എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തലേദിവസം മേടിച്ച ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പപ്പക്ക് കൊടുക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അത് മതി എന്നുള്ളത്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ച്. അപ്പോൾ റിച്ചാർഡ് ഇതേ ഒരു 7 മണിയോട് കൂടിയിട്ട് ക്ലാസ്സിൽ പോകാനായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ റിച്ചാർഡ് അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. രാത്രി ഇവിടെ വരുമ്പോൾ ഡിന്നർ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് തന്നെ മതി, ചില്ലി ചിക്കൻ ബാക്കിയുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ അത് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏകദേശം പഴയതുപോലെയൊക്കെ റിച്ചാർഡ് ഇപ്പോൾ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് സെറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വണ്ണം കൂട്ടരുതെന്നുള്ളത്. വണ്ണം കൂടാൻ പാടില്ല, അവരുടെ ജോലിയുടെ ഇതിൽ BMI കറക്റ്റ് ആയിരിക്കണം. ആ ഒരു BMI ആണ് ഇപ്പോൾ അവനെത്തി നിൽക്കുന്നത്. എങ്കിലും വല്ലാത്ത ക്ഷീണം നമ്മൾക്ക് തോന്നും ആളെ കാണുമ്പോൾ. കാരണം അത്രയും വണ്ണം ഉണ്ടായിരുന്നതല്ലേ, അത്രയും വണ്ണത്തിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങിപ്പോയപ്പോഴാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പം ഈ ഒരു വണ്ണത്തിൽ തന്നെ സ്ഥിരമായി കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. പക്ഷെ നമ്മൾ ഭയങ്കര വണ്ണം ഉണ്ടായിട്ട് പിന്നെ അതങ്ങോട്ട് വല്ലാതെ കുറയുമ്പോൾ 23 കിലോ കുറഞ്ഞെന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുമല്ല. അപ്പോൾ അത്രയും ഒരു വല്ലാത്തൊരു വണ്ണക്കുറവായിപ്പോയി വന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒന്ന് പ്രസാദം വന്നിട്ടുണ്ട്. വണ്ണം കൂടാതെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അവനും പറയുന്നുണ്ട് മമ്മീന് വണ്ണം കൂട്ടാൻ പാടില്ല, ഇനിയും മെഡിക്കലൊക്കെ തോറ്റു പോകും വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ആളിന്. അപ്പോൾ ഇന്ന് രാവിലെ ഷാജി വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവരണമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരക്കാണ്, മീൻ കൊണ്ടുവന്നാൽ വെട്ടാനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നും രാവിലെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് എന്തെങ്കിലും കൊണ്ടുപോവാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നത് ചാള തന്നെയാണ്. അപ്പോൾ അതാണ് മേടിച്ചത്. അങ്ങനെ അത് പകുതി എടുത്ത് ഞാൻ ഫ്രീസറിലും വെച്ച് പകുതി എടുത്തൊന്ന് തിളപ്പിച്ച് പെട്ടെന്ന് പണി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 100 ഫോൺ കോൾസാണ് പറഞ്ഞത്. അത് അറ്റൻഡ് ചെയ്യണം, അതിനോട് സംസാരിക്കണം, എല്ലാം നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ ഞാൻ എൻ്റെ വീഡിയോ വർക്ക് കഴിഞ്ഞ വേഗം ഓടിപ്പോയിട്ട് കുളിക്കുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല, കുളിക്കാനൊന്നും പറ്റില്ല. ആ നേരത്ത് ഫോൺ കോൾസ് വരികയും ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വരികയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ റുട്ടീനൊക്കെ ആകെ മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പഴയ റുട്ടീനിലേക്ക് വരുള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഒരു മാസത്തേക്കെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിർത്താനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അങ്ങനെ വീട്ടു ജോലിക്കായിട്ടൊന്നും ആരും അങ്ങനെ വരാറില്ല. പിന്നെ കിട്ടുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് യോജിച്ച് പോകാനും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പരിസരത്തൊക്കെ ഓരോരുത്തരെയൊക്കെ അത്യാവശ്യം നിവർത്തികേട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് വിടണേണ് ആളുകളാണ്. എന്നിട്ട് അടുത്ത ആളുകളെ നോക്കണേണ്. കാരണം അത് പറ്റുന്നില്ല. അങ്ങനെ ഓരോ ആളുകൾ വരിക, കുറച്ച് ദിവസം നിൽക്കുക, അവരെ വിട്ടിട്ട് വേറെ ആളുകൾ ട്രൈ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അപ്പോഴാണ് പറഞ്ഞ് വിടുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് വേണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടെ ജോലികൾ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാനിന്ന് റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കാനായിട്ടൊരു എളുപ്പമുണ്ടല്ലോ. അപ്പോൾ റൈസ് ഒന്ന് വേവിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് അതും വൈകുന്നേരം ആകുമ്പോൾ തണുത്തിരിക്കും. തണുത്ത് ആ ഒരു റൈസ് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ കിച്ചണിൽ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നത് കേട്ടോ. അത് കഴിഞ്ഞാണ് അടിക്കലും തുടക്കലും ഒക്കെ ചെയ്തത്. ഞാനെപ്പോഴും പറയാറില്ലേ, എനിക്ക് ഈ നൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ജോലി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മൾ പാൻറ്റൊക്കെ ഇട്ട് ഒരു കുർത്തി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, അതായത് പാൻറ്റ് ഇടാതെ എനിക്കിങ്ങനെ നടക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴായിട്ട് അതൊന്നും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് തന്നെ ഇട്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് മാറാനുള്ളൊരു സമയമൊന്നും കിട്ടണില്ല. അത് സാരമില്ല, എപ്പോഴും നമ്മൾ
ഈ റുട്ടീൻ തെറ്റാതെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ റുട്ടീൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ റുട്ടീനും മാറും. പിന്നെ വീട്ടിലെ വൃത്തിയും പോകും. അതൊന്നും നമുക്ക് പിന്നെ നോക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ഒരു സാധനങ്ങൾ വെച്ചെടുത്തൊന്നും ഇരിക്കില്ല. അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കണ്ണടച്ച് കളയണം. പിന്നെ നമ്മളുടെ ഓർഗനൈസ് ചെയ്യുന്ന ഏർപ്പാടൊന്നും നടപടിയല്ല. ഇപ്പം ഞാൻ വിവാഹം കഴിച്ച് പപ്പയുടെ വീട്ടിൽ വന്നപ്പോൾ പപ്പടമ്മ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ക്ലെൻലിനെസ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ റിച്ചാർഡ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഒരു രീതിയിൽ നമുക്ക് വീട് വൃത്തിയാക്കിയിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിനോട് അമ്മ യോജിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും വൃത്തികെട്ടിരിക്കുന്ന ഒരു വീട് ഇങ്ങനെ വൃത്തികേടാവുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് അവരവിടെ യൂറിൻ പാസ് ചെയ്യുന്ന ആകെപ്പാടെ അലമ്പ. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു മാസത്തെ കാലഘട്ടം. നമ്മൾക്ക് പഴയതുപോലെ ചിലപ്പോൾ എല്ലാ ദിവസവും പിറക്കുക തുടങ്ങാൻ സാധിച്ചൊന്നും വരില്ല. അതങ്ങോട്ട് കിടക്കട്ടെ, സാരമില്ല. എങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് ഒരാളെ ജോലിക്ക് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഇതിനേക്കാളേറെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നമ്മൾ നിർത്തിയിട്ടുള്ളതാണല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 പേര് മാറി നമ്മുടെ വീട്ടിൽ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് താനെ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പം ഞാനിന്ന് കട്ടൻ ചായ ഇട്ടിട്ട് പപ്പക്ക് കൊടുത്ത്. എങ്കിലും എനിക്ക് ഈ മാംഗോ ജ്യൂസ് ഒന്ന് കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. മാങ്ങ മേടിച്ച് വെച്ചപ്പം മുതൽ ഇത് മാംഗോ ജ്യൂസ് കഴിക്കണം. പക്ഷേ നേരം കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നേരം ഉണ്ടാക്കി ഞാനത് ഒരു മിൽക്ക് ഷേക്ക് പോലെ ആക്കിയിട്ട് കഴിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. പ്രായമായി കല്യാണം കഴിച്ച ഒരു കപ്പിൾസ് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ ആ സ്ത്രീക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എല്ലാവരും റിയാക്ട് ചെയ്ത് കണ്ടത്. ശരിക്കും എനിക്കത് ഫീൽ ചെയ്ത്. കാരണം എൻ്റെ സ്വഭാവം പോലെ തോന്നി എനിക്ക് ആ ഒരു ചേച്ചിയുടെ സ്വഭാവം. കാരണം ആ ചേച്ചി ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല, മേടിച്ച് കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഒക്കെ നോക്കി ആ ഒരു രീതിയിലാണ് ഭർത്താവ് കൊണ്ട് നടക്കുന്നത്. കാര്യം നല്ലതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ വെച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ജ്യൂസ് കഴിക്കാൻ അത്രയും ഇഷ്ടമുണ്ട്. സാധനം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു നമ്മുടെ കയ്യിൽ തന്നെ വേണമല്ലോ ചെയ്യാൻ, അത് എത്തുന്നില്ല അങ്ങോട്ട്. അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും ജനുവരിയിലെങ്ങാനും അവരുടെ വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഈ 4-5 മാസം കൊണ്ട് അവർ എത്ര കൊതിച്ചിട്ടുണ്ടാകും ഓരോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ അത്യാവശ്യം ഫുഡി ആയിട്ടുള്ള ഒരാളാണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ എനിക്ക് തന്നെയും ചില ദിവസങ്ങളിൽ നമ്മൾ ചപ്പാത്തി മാത്രമൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ കഴിക്കാതെ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ചോറിനെ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ക്രൈവിങ് ആണ് നമുക്ക്. ചോറ് കഴിക്കണം. അപ്പോൾ അവർ ചോറേ ആ വീട്ടിൽ വെക്കണില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമം തോന്നിപ്പോയി. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു അസുഖത്തിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും, കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ പോകും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, ഭക്ഷണമല്ലേ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അവർക്ക് ഒരുപാട് ഫുഡുകളൊക്കെ കഴിക്കണം, ഭയങ്കര കൊതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കയ്യിൽ അതിന് പറ്റിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാക്കി കഴിക്കാനോ വാങ്ങിച്ചു കഴിക്കാനോ ഒന്നും സാധിക്കാത്ത ആളുകളുമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ വെറുതെ ഡയറ്റ് എടുത്ത് ജീവിതം തീർക്കാമെന്നൊക്കെ പറയണത് എന്തിനാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ. എനിക്ക് ഈ മാംഗോ ഷേക്ക് കഴിക്കണം എന്ന് തോന്നിയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ആ ചേച്ചിനെ ഞാൻ ഓർത്തുപോയി. ആ ചേച്ചിക്ക് ഇതുപോലെ എന്തെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ വിചാരിച്ച്. എന്തെങ്കിലും ആകട്ടെ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. റിച്ചാർഡ് വരാൻ നേരമ്പോഴത്തേക്കാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണത് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തോടെ വെച്ചേക്കും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് കുറച്ച് നേരം ഇട്ട് മറിച്ച് തിരിച്ചൊക്കെ എടുക്കണം. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് വരണം, അതാണ് അവനിഷ്ടം. അപ്പോൾ ഇത്തിരി മുട്ടയൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെ കൂടി പോരാത്തത് കൂടിയിട്ടൊക്കെ അരിഞ്ഞിട്ട് ക്യാരറ്റ്, ക്യാബേജ്,
ഇത് ബീൻസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കും കേട്ടോ. ക്യാപ്സിക്കം ഏറ്റവും ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തലിഞ്ഞ് പോകും. അപ്പോൾ ഏറ്റവും അവസാനം റൈസൊക്കെ ഇട്ട് കഴിയില്ലേ, അപ്പോഴേക്കും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. അല്ലാതെ ഇപ്പം ഈ കൂട്ടത്തിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ സെല്ലറി പപ്പനെ കൊണ്ട് മേടിപ്പിച്ച്, കഴിഞ്ഞ ദിവസം സ്പ്രിംഗ് ഒണിയൻ ആയിരുന്നു ഇട്ടിട്ടുണ്ട്, അത് തീർന്നു പോയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കുറേ വേസ്റ്റ് പോയി. അപ്പോൾ ഇന്ന് സെലറിയുടെ ഒരു തണ്ട് മേടിച്ച്, അപ്പോൾ അതാണ് ഇന്ന് ഇടുന്നത്. സെലറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. കൂടിപ്പോകരുത്, സെലറിക്ക് വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊക്കെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രിഡ്ജിലെടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസൊക്കെ രാവിലെ ഇത് വേവിച്ച് വെച്ചതല്ലേ, ഇപ്പം നല്ല തണുത്തിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ. എന്നിട്ട് പിന്നെ നമ്മൾ സോയാ സോസും 2 ടൈപ്പ് ചില്ലി സോസും, റെഡും ഇത് ഗ്രീനും ചില്ലി സോസും കൂടി ഇട്ട് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്ത് ഒരു ചിക്കൻ ക്യൂബ് ഇട്ടത് കണ്ടല്ല, അപ്പോൾ ആ ഒരു ചിക്കൻ ക്യൂബ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റൈസിന് അധികം ഉപ്പ് ആക്കാതെ നമ്മൾ വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ റൈസിന് ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ഇതിട്ടിട്ട് ഇനി ഒന്ന് കുറച്ചധികം നേരം ഇട്ടൊന്ന് മറിച്ച് എടുക്കണം. പിന്നെ റിച്ചാർഡിന് ഇങ്ങനെ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റിച്ചാർഡ് ഭയങ്കരമായിട്ട് സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇപ്പോൾ റോജറിനാണെങ്കിലും റയനാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നില്ല. കാരണം റോജർ ഒട്ടും തന്നെ അതും ഒരു ഫുഡിനോടും താല്പര്യമില്ല. അയ്യോ എന്തിനാണാവോ ഇതൊക്കെ ഉണ്ടാക്കിയെന്നുള്ള രീതിക്കേ റോജർ കഴിക്കുള്ളൂ. പക്ഷേ റിച്ചാർഡ് അങ്ങനെയല്ല, റിച്ചാർഡ് ആസ്വദിച്ചൊക്കെ കഴിക്കും. ആ ഒരു മുഖഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് റിച്ചാർഡിന് ഫുഡ് ഉണ്ടാക്കുക. ഇത് കാണുന്ന നിങ്ങൾക്കും നിങ്ങൾ പറയാറുണ്ട്, റിച്ചാർഡ് ഭക്ഷണം കഴിക്കണ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമെന്ന് നിങ്ങൾ പറയാറുണ്ട്. ശരിയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. റിച്ചാർഡ് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത് കുറവാണ്. പിന്നെ ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കാര്യമായിട്ട് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ പല പല കാര്യങ്ങൾ എൻഗേജ്ഡാണ്. അപ്പോൾ അതാണ് വീഡിയോ ലെങ്ത്തൊക്കെ കുറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിറയെ കാണാം കമൻറ്റ്സ്, കല്യാണ വിശേഷങ്ങളെല്ലാം കാണിക്കണേ. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ 5 പേരുടെ കാര്യങ്ങൾ പ്ലസ് റൂബിയുടെ കാര്യങ്ങളും കാണിക്കാനായിട്ട് എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. പക്ഷേ ഇത് വേറൊരു ഫാമിലിയാണ്, അവരുടേതായ കാര്യങ്ങൾ അവരെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് അവരുടെ സമ്മതവും കൂടി എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ചേച്ചിക്ക് ഇപ്പോൾ ഭയങ്കര ഗമിയാണ്, ചേച്ചി ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കണേണ്, ഒന്നും തന്നെ കാണിക്കുന്നില്ല, ഞങ്ങളൊക്കെ ചേച്ചിക്ക് ഇപ്പം അന്യരായി പോയാന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് വേറൊരു ഫാമിലിയാണ്, അവർക്ക് ഇതിൽ കാണിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലേ അതൊക്കെ അവരോട് ചോദിച്ചിട്ട് വേണം നമ്മളിതിനകത്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിതുവരെ ഒന്നും തന്നെ കാണിക്കാത്തത്. അപ്പോൾ അതേ നമ്മുടെ റിച്ചാർഡ് പെപ്സി വേണം, ഇപ്പോൾ ഇതിനെ കൂടി കഴിക്കാൻ പെപ്സി വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്താണ്. അപ്പോൾ അതേ ഒരു നൂഡിൽസും, അപ്പോൾ ഞാൻ പറഞ്ഞ് 2 പാക്കറ്റ് പാൽ കൂടി വേണം. ഇപ്പോൾ ഡെയിലി പാല് കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പാല് ഇരിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ഒപ്പം കൂടെ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പാലും കൂടിയിട്ടൊക്കെ ഓർഡർ ചെയ്താണ്. അപ്പോൾ പപ്പ അവിടെ നിന്ന് ചോറ് കഴിച്ച് തീരാറായിട്ടാണ്. ഞാൻ പിന്നെ റിച്ചാർഡിന് പപ്പടം വറുത്ത് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് മറന്നു പോയെങ്കിൽ ഇവൻ വന്നു കഴിഞ്ഞ് വീണ്ടും പറഞ്ഞപ്പോൾ വേഗം ഞാൻ പപ്പടം വറുത്ത് വെച്ച്. എന്നിട്ട് അവൻ പറഞ്ഞ ഡയലോഗിന് കേട്ടോട്ടെ, ഈ പപ്പടമൊക്കെ എന്തിനാണ് മമ്മി വറുത്തതെന്ന്. റിച്ചാർഡേ ഇന്നത്തത് എങ്ങനെയുണ്ട്? ഇന്നലത്തെയാണോ ഇന്നത്തെയാണോ? ഇന്നത്തെ സെലറി ഇട്ടേക്കണ ഇതിനകത്ത്. ഇന്നലെ സ്പ്രിംഗ് ഒണിയനും ആയിരുന്നിട്ടത്. അയ്യോ പപ്പടം കുട്ടിയിൽ പിടിയങ്ങ് പിടിക്കേ. അയ്യോ അപ്പൊ അവിടെ ഇരിപ്പുണ്ടല്ലോ നീ നിനക്ക്.